തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് കൽപ്പറ്റ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശ്രീ ടി സിദ്ദിഖിനോടൊപ്പമാണ്. നമുക്ക് അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം സിദ്ദിഖ. നമസ്കാരം. പ്രചരണം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതെ. വലിയ രീതിയിലാണ് ഇപ്പോൾ പ്രചരണ പരിപാടികൾ നടന്നു പോകുന്നത്. ഇപ്പോൾ നമ്മളുടെ ഈ മണ്ഡലങ്ങളിലൂടെയൊക്കെ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു പകുതിയോളം യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാകും. എന്താണ് ഇപ്പോഴത്തെ ഒരു ഫീഡ്ബാക്ക്? ഒരു റൗണ്ട് ഞാൻ എല്ലാ പഞ്ചായത്തുകളും പോയി. പഞ്ചായത്ത് കൺവെൻഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബൂത്ത് തല കൺവെൻഷനുകൾ പൂർത്തിയായി. ഇനി ഞങ്ങൾ സ്ക്വാഡ് വർക്കിലേക്ക് പോവാണ്. അപ്പോൾ ഒന്നാം ഘട്ടം കഴിഞ്ഞ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ക്വാഡ് വർക്കിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് UDF കടക്കുക. 5 വർഷം മുമ്പ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായി കടന്നു വരുമ്പോൾ അന്ന് അപരിചിതത്വത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ പ്രചരണം എന്നെ കാണാൻ കോഴിക്കോട് ചുരമിറങ്ങി പോകേണ്ടി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ കോഴിക്കോടുള്ളവരും മറ്റുള്ളവരൊക്കെ പല സമയത്തും കാണാൻ ഇങ്ങോട്ട് വന്നു എന്നുള്ളതല്ലാതെ ഇവിടെയുള്ള ഒരാൾക്ക് പോലും അപ്രാപ്യനായിരുന്നില്ല. മുഴുവൻ സമയം, ഏറിയ പങ്ക് സമയം, ഇപ്പോൾ അസംബ്ലി സമയം, മറ്റുള്ള പ്രധാനപ്പെട്ട മീറ്റിങ്ങിൻ്റെ സമയം ഇത് ഒഴികെ ബാക്കി എല്ലാ സമയത്തും സമ്പൂർണ്ണമായും മണ്ഡലത്തിലുണ്ടായിരുന്നു, ജനങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഒന്ന്, ഇവിടെ നടപ്പിലാക്കിയ 2000 കോടിയിലധികം രൂപ വരുന്നതായ വികസന പദ്ധതികളാണ്. ഒരു പ്രതിപക്ഷ MLA ആണ്. ഭരണകൂടത്തിൻ്റെ ഒരു ആനുകൂല്യവും സ്വാഭാവികമായി ഉദ്യോഗസ്ഥ തലത്തിലും മറ്റുള്ള രീതിയിലൊക്കെ ഇടപെട്ട് ബഡ്ജറ്റിൽ നിർബന്ധമായും കൊടുത്തിരിക്കേണ്ട ഒരു 5 കോടി രൂപ അങ്ങനെയൊക്കെ കിട്ടി എന്നുള്ള ഒരു മിനിമം സാധനത്തിൻ്റെ പുറമെ മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് പല പദ്ധതികളും കൊണ്ടുവരാൻ സാധിച്ചത്. ഏറെ അഭിമാനകരമാണ്. ഒന്ന്, കൽപ്പറ്റ ബൈപ്പാസ് 2021 ഞാൻ വരുമ്പോൾ തകർന്ന് തരിപ്പണമായി കിടക്കുക, വാഹന ഗതാഗതം പോലും സാധ്യമല്ലാത്ത രീതി. ഇന്ന് കൽപ്പറ്റ ബൈപ്പാസ് കിഫ്ബി പദ്ധതിയിൽ വളരെ മനോഹരമായി പുതിയ പദ്ധതിയാക്കി നേരത്തെ ഉണ്ടായിരുന്ന കരാറുകാരൻ്റെ കരാർ റദ്ദ് ചെയ്ത് അത് മുഴുവൻ ക്രമീകരിച്ച് കൊണ്ടുവരാൻ സാധിച്ചു. ഇന്ന് പൂർണ്ണമായി BC ലെയർ മാത്രമാണ് ബാക്കി. ഞാൻ അന്ന് പറഞ്ഞതാണ്, മേപ്പാടി ചൂരൽമല ജയിപ്പിച്ചു കഴിഞ്ഞാൽ മേപ്പാടി ചൂരൽമല റോഡ് പ്രവർത്തിക്കും. 2018 പദ്ധതിയായിരുന്നു. അത് കരാറുകാരനെ മാറ്റി പരിപാടി എഗ്രിമെൻ്റ് റദ്ദ് ചെയ്ത് പുതിയ DPR തയ്യാറാക്കി പുതിയ പദ്ധതിയാക്കി മനോഹരമായ റോഡാക്കി മേപ്പാടി ചൂരൽമല റോഡ് ഇന്ന് മാറി. എനിക്ക് നടപ്പിലാക്കാൻ പറ്റാതെ വന്ന ഒരു പദ്ധതി കൽപ്പറ്റ ഔട്ടർ റിംഗ് റോഡാണ്. ഔട്ടർ റിംഗ് റോഡ് 2 തവണ ഞാൻ ബഡ്ജറ്റിൽ സമർപ്പിച്ച പദ്ധതിയാണ്. ആ റോഡുകൾ വന്നു കഴിഞ്ഞാൽ മാനന്തവാടി ഭാഗത്തേക്ക് പോകുന്ന ആളുകൾക്ക് മുഴുവൻ അതുവഴി അങ്ങ് പോകാൻ പറ്റും. പടിഞ്ഞാറത്തറയ്ക്ക് പോകുന്ന ആളുകൾക്ക് ടൗണിലേക്ക് വരേണ്ട ആവശ്യകതയില്ല. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു റോഡായി അത് മാറുമായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഇടതുപക്ഷ ഗവൺമെൻറ് സഹകരണം ഞങ്ങൾക്ക് കിട്ടിയില്ല. ആ സഹകരണം 2026 മെയ് ആകുമ്പോൾ ആ സഹകരണം ഞങ്ങളെ കേൾക്കുന്ന ഒരു ഗവൺമെൻറ്, വയനാടിനെ കേൾക്കുന്ന ഒരു ഗവൺമെൻറ് ഉണ്ടാവും. 2 ബഡ്ജറ്റ് അവതരിപ്പിച്ചു അവസാനം ഇടതുപക്ഷ ഗവൺമെൻറ്. 2 ബഡ്ജറ്റിലും വളരെ മോശമായിരുന്ന സമീപനം. നിങ്ങൾ ആലോചിച്ച് നോക്കണം, കാരാപ്പുഴയും അതുപോലെ ബാണാസുരയും ആ 2 പദ്ധതി പൂർത്തീകരിക്കാനുള്ള പണം വെച്ചു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. അതെങ്ങനെ വെച്ചത്? ഞാൻ വാട്ടർ റിസോഴ്സിൻ്റെ സബ്ജക്റ്റ് കമ്മിറ്റി മെമ്പറാണ്. അന്ന് അവിടെ ഉദ്യോഗസ്ഥരും മന്ത്രിയൊക്കെ ആയിട്ട് ഞാൻ നടത്തിയ സമ്മർദ്ദവും ഏകോപനവുമാണ്. താങ്കളെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയായിരുന്നു മുണ്ടക്കൈ ചൂരൽമല ദുരന്തം എന്ന് പറയുന്ന ഒരു MLA എന്ന നിലയ്ക്ക് താങ്കൾ അതിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ അവസാനം താങ്കളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ നമുക്കറിയാം, ഒരു കൂക്കുവിളി പോലും ഉണ്ടായത്. ഇതൊക്കെ താങ്കളെ വേദനിപ്പിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ താങ്കളെക്കുറിച്ച് നമ്മളെ ചിന്തിക്കുമ്പോൾ താങ്കൾ ഏറ്റെടുത്ത പദ്ധതികളൊക്കെ പൂർത്തിയാക്കി എന്നുള്ളതാണ് ജനങ്ങളിൽ നമുക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക്. അത് വരുമ്പോൾ, ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവ് വരുമ്പോൾ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഒന്ന്, ചൂരൽമല മുണ്ടക്കൈ ദുരന്തം ഉണ്ടായപ്പോൾ അന്ന് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി അന്ന് പെരുമാറുകയുണ്ടായി, സമീപനം സ്വീകരിക്കുകയുണ്ടായി. ഒന്ന് മന്ത്രിമാർ മുതൽ ചീഫ് സെക്രട്ടറി മുതൽ പലരെയും അത് വിളിച്ചറിയിച്ചു. അന്ന് അർദ്ധരാത്രി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവരെയും. ചീഫ് സെക്രട്ടറി വേണു അർദ്ധരാത്രിയിൽ 3ാമത്തെ റിങ്ങിന് ഫോൺ എടുത്ത ആളാണ്. പ്രതിപക്ഷ നേതാവ് അറ്റ് എ ടൈം എടുത്തതാണ്. KC വേണുഗോപാൽ, അങ്ങനെ എല്ലാവരെയും വിളിച്ചറിയിച്ചു. മുഖ്യമന്ത്രി എന്നെ തിരിച്ചു വിളിച്ചു കുറേ കഴിഞ്ഞതിന് ശേഷം. അതുമുതൽ ഇപ്പോൾ ഈ ദുരന്തബാധിതരായ ആളുകൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഡ്രസ്സില്ല എന്ന് പറഞ്ഞൊരു കുട്ടി വന്നു. അങ്ങനെയാണ് മേപ്പാടിയിൽ 4 നില ഒരു ബിൽഡിംഗ് എടുത്ത് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഒരു കട ആരംഭിച്ച് അവിടെ നിന്ന് സൗജന്യമായി ബ്രാൻഡഡ് ഡ്രസ്സുകൾ മുഴുവൻ കൊടുക്കുന്ന നടപടിയുണ്ട്. അപ്പോൾ നമ്മളെ ഈ ടൗൺഷിപ്പാണ് ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആ ടൗൺഷിപ്പ് താങ്കളുടെ നിയോജക മണ്ഡലത്തിലുള്ളതാണ്. ആ ടൗൺഷിപ്പിൽ താങ്കൾ സംതൃപ്തനാണോ? ടൗൺഷിപ്പ്
സർക്കാർ പദ്ധതിയാണ്. സർക്കാർ എല്ലാവരുടേതാണ്. എന്നെ പറ്റി ഉണ്ടായ ഒരാക്ഷേപം, ഞാൻ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണത്തിന് ഞാൻ പൈസ കൊടുത്തില്ല. അവസാനം ഞാനതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഹാജരാക്കി. ഞാൻ പറഞ്ഞു വ്യക്തിപരമായി കൊടുത്ത പൈസ. അപ്പം നമ്മളെല്ലാവരും സഹകരിച്ചു. UDF MLA പണം കൊടുത്തു, മറ്റുള്ള ആളുകൾ പണം കൊടുത്തു, കുടുംബശ്രീ പ്രവർത്തകർ പണം കൊടുത്തു, കർണാടക സർക്കാർ 100 വീടിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. അങ്ങനെ എല്ലാ രീതിയിലും ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സർക്കാർ പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത ആളുകളാണ് നമ്മളൊക്കെ. അപ്പോൾ സർക്കാരിൻ്റെ 178 വീടുകൾ എന്ന് പറഞ്ഞാൽ അത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടി സർക്കാർ നടത്തിയ പദ്ധതിയാണ്. ഇപ്പോൾ ലീഗ് വീട് നിർമ്മിച്ചു കൊടുത്തു, അതേപോലെ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ഏകദേശം ഇനി 178 കഴിഞ്ഞു ബാക്കി. പക്ഷെ കോൺഗ്രസ് ഇതൊരു ഇലക്ഷൻ സ്റ്റണ്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളൊരു പരാതി പൊതുവെ ഉണ്ട്. കാരണം അത് സ്ഥലത്തിന് അല്ലെങ്കിൽ അഗ്രിമെന്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രചരണം വരുന്നത്. അതിന്റെ ഒരു സത്യാവസ്ഥ അത് ഞാൻ പറയാം. ഞാൻ CMDRFിലേക്ക് പണം കൊടുത്തില്ല എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തിയ ആശാമാരാണ് ഈ വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള CPMന്റെയും ഇടതുപക്ഷത്തിന്റെ ആളുകൾ. അപ്പൊ അങ്ങനെ കള്ളം പറയുന്ന ആളുകൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. കോൺഗ്രസിന്റെ വീടിന്റെ 6 മാസം കൊണ്ട് തീർക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിന്റെ തറക്കല്ലിട്ടിട്ട് 1 മാസമായി. ഈ 6 മാസം കൊണ്ട് ഈ വീടുകൾ കൊടുത്ത് തീർക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഇത് താങ്കളുടെ വോട്ടിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കും? ഏറ്റവും പ്രധാനപ്പെട്ട കൺസ്ട്രക്ഷൻ കമ്പനിയായിട്ടുള്ള നിർമ്മാൺ ഗ്രൂപ്പിനെ തന്നെയാണ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത്. വർക്ക് തുടങ്ങി. വർക്ക് ഇപ്പോൾ അതിന്റെ ലേ ഔട്ട്, ഡിസൈനിങ് അതെല്ലാം ഫൈനൽ സ്റ്റേജിലെത്തി. അതിന്റെ കിണർ ഒഴിക്കാനുള്ള സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് ബാക്കിയുള്ള പ്ലോട്ട് തിരിക്കാനുള്ള നടപടികളൊക്കെ ആരംഭിക്കുക. സമയബന്ധിതമായി തന്നെ തീർക്കും. ഒരു 6-7 മാസം കൊണ്ട് ആദ്യത്തെ ഫേസ് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റും. സർക്കാർ 400 ചില്ലാനം വീട് വിഭാവനം ചെയ്തിട്ട് 178 വീടാണ് സർക്കാർ ആദ്യം കൊടുത്തിരിക്കുന്നത്. ആ വീട്ടിലൊന്നും ഇതുവരെ താമസിച്ചിട്ടില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല. ഓരോ സിസ്റ്റത്തിനും ഓരോ പാളിച്ചുണ്ട്. 1683 കോടി രൂപ കയ്യിലുള്ള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഒരു കുട്ടിയുടെ പഠനം പോലും നോക്കിയില്ല. മുഴുവൻ നോക്കിയത് ഞാൻ. ഇത് ഇവിടെയുള്ള ആളുകൾക്കറിയാം. കൂവിയപ്പം അവർ കരഞ്ഞു. എൻ്റെ അടുത്ത് വന്ന് വൈകാരികമായി പ്രതികരിച്ചു. അതിന് കാരണം അവരുടെ കൂടെ നിന്നത് ആരാണെന്നൊക്കെ അവർക്കറിയാം. ടി സിദ്ദിഖ് എന്ന വ്യക്തി ഒരു MLA എന്നതിലുപരി ഒരു സംസ്ഥാന നേതാവ് എന്നുള്ള ഒരു രീതിയിലാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നത്. നമ്മുടെ ഒരു മുൻ മന്ത്രി ഇപ്പോൾ അടുത്ത ദിവസം ഒരു പ്രസ്താവന നടത്തി. ഈ ഒരു ഇലക്ഷൻ ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ വ്യാപകമാണ്. അത് ഈ സമയത്ത് അത് ശരിയാണോ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു? അത് നിങ്ങൾ പറഞ്ഞ ജയലക്ഷ്മിയായിട്ട് ബന്ധപ്പെട്ടതായിരിക്കുന്ന പ്രസ്താവനയാണ്. തീർച്ചയായും അതിൽ ഒരൊറ്റ മറുപടി ഞാൻ പറയാം. ജയലക്ഷ്മി അടക്കമുള്ള ആളുകളുടെ നേതൃത്വത്തിൽ ഇത്തവണ മാനന്തവാടി നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിക്കും ഒറ്റക്കെട്ടായിട്ട്, നല്ല ഭൂരിപക്ഷത്തിന്. തിരുനെല്ലി പഞ്ചായത്ത് ഒഴികെ അവിടെയുള്ള മുനിസിപ്പാലിറ്റി, മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത്, മറ്റുള്ള എല്ലാ പഞ്ചായത്തും ഇന്ന് UDF ഭരിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള. എന്തായാലും ഈ സമയത്ത് അത്തരത്തിലൊരു പ്രസ്താവന അതൊരു മുൻമന്ത്രിയുടെ അടുത്തുനിന്ന് അതിനെ എങ്ങനെയാണ് താങ്കളും അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടിയും കാണുന്നത്? ഓരോ ആളുകൾ അവരുടേതായിരിക്കുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞിരിക്കും. ജയലക്ഷ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ജയലക്ഷ്മി ഇന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രവർത്തനത്തിലാണ് അവർ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ടി സിദ്ദിഖ് വലിയ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കുമെന്നൊരു ആത്മവിശ്വാസമാണല്ലോ. നല്ല ആത്മവിശ്വാസമുണ്ട്. കൽപ്പറ്റയിലെ ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കും, ജയിപ്പിക്കും എന്ന് പൂർണ്ണമായിട്ടുള്ള ആത്മവിശ്വാസമുണ്ട്. കൽപ്പറ്റ നിയോജകമണ്ഡലത്തിൽ വൻ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും. തീർച്ചയായും വൻ ഭൂരിപക്ഷത്തോടെ തന്നെ ടി സിദ്ദിഖ് വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും അദ്ദേഹത്തിന് എല്ലാവിധ വിജയ ആശംസകളും നൽകുന്നു. കൽപ്പറ്റയിൽ നിന്നും ന്യൂസ് 18 വേണ്ടി ജയരാജ് ബത്തേരി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.